വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കുകയും അവയിൽ 3 നഷ്ടപ്പെട്ട 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമ്പോഴും തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തൊഴിലേറ്റു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുകയും എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനമാണ് നാം ശ്രമിച്ചത്. ഈശോയുടെ സ്നേഹം സഹോദരി സഹോദരന്മാരെ, നാം വായിച്ച തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വചനഭാഗമാണ്. തിരുസഭ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കും. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ട തിരുവചന ഭാഗമാണ് നാം വായിച്ചത്. ലൂക്കാ 15:3-7. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് ഏവർക്കും പരിചിതമായ വളരെ പ്രശസ്തമായ ഒരു തിരുവചന ഭാഗമാണ്. തിരുവചന ഭാഗം ഉൾക്കൊള്ളുന്നത് 3 ഉപമകളാണ് ലൂക്കാ 15-ലുള്ളത്. കാണാതായ ആട്, കാണാതായ നായ, ദൂർത്തപുത്രൻ, കാണാതായ മകൻ. ഈ 3 ഉപമകൾക്കും മുമ്പ് 1 മുതൽ 1-ാം വാക്യം 2-ാം വാക്യം 1-ാം വാക്യം വായിച്ചത് 1-2 വാക്യം ഈ 3 ഉപമകൾക്കുമുള്ള ഒരു പശ്ചാത്തലം പറയുന്നു. അതിപ്രകാരം ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയ നിയമത്തിലും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈശോ ഈ ഉപമ പറഞ്ഞു. തുടർന്നാണ് നമ്മൾ വായിച്ചത്, ചുങ്കക്കാരും പാപികളുമെല്ലാം ഇതിന്റെ കർത്താവിനോട് ഇരിക്കുന്നു. ഫരിസേയരുടെ നിയമത്തിൽ പിടിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോഴാണ് ഈശോ ഈ ഉപമ പറയുന്നത്. 99 ആടുകളെ മരുഭൂമിയിൽ വെട്ടിയിട്ട് നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകാത്ത ഇടയന്മാർ നിങ്ങളിൽ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് ഇടയ സമൂഹത്തോട് തന്നെ. നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകുന്ന ഇടയൻ, ആ ഇടയൻ കണക്ക് അറിയാത്തവനാണ്. തലച്ചോറുകൊണ്ടല്ല ആ ഇടയൻ അളക്കുന്നതും വിധിക്കുന്നതും. അല്ലെങ്കിൽ പിന്നെ 99 വരുന്നത്. 99 വിട്ട് 1-ന്റെ പിന്നാലെ പോകാൻ മാത്രം വിഡ്ഢിയാണോ ഈ പറയുന്ന ഇടയൻ? വിഡ്ഢിയാവുന്നതാണ്, വിഡ്ഢിയായി പോവുകയാണ്. കാരണം തലകൊണ്ടല്ല ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോവുകയാണ്. ഒരാൾ നഷ്ടപ്പെട്ടല്ലോ എന്നാണ് പ്രശ്നം. തലകൊണ്ട് ചിന്തിക്കുന്നവൻ, തലച്ചോറുകൊണ്ട് നിയന്ത്രിക്കുന്നവൻ പറയും 99 ഒരെണ്ണത്തെ 99 തിരിച്ചു
സിംഹള കുർബാന ഞാൻ നമുക്കറിയാം. സിംഹള കുർബാന ഈ അർപ്പിക്കുന്നുണ്ട്. സിംഹള കുർബാന അവരുടെ പ്രസംഗിക്കുന്ന ഇംഗ്ലീഷില്ല. ഞാൻ അവരോട് ചോദിച്ചു, where is the heart of Jesus? It's outside or inside? നമ്മുടെ മതചർച്ചകളുണ്ടല്ലോ, ഈശോയുടെ രൂപം ആസ്വദിക്കുന്ന രൂപമുണ്ട്, തിരുഹൃദയ രൂപം. അകത്താണ് പുറത്താണ് ഉണ്ടല്ലേ? നിങ്ങളുടെയോ നമ്മുടെയോ അത് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഈശോ പറയും, ഈശോയുടെ ഹൃദയം പുറത്തു വെച്ചിരിക്കുക. എന്തിനാ? അത് നോക്കണം. അത് നോക്കണം. മൃതശരീരമായി തൂങ്ങിക്കിടക്കുമ്പോൾ ഇതാ
തിരുഹൃദയത്തിന് മുന്നിൽ തിരികൾ തെളിയിച്ച് തിരുഹൃദയത്തിന് നമ്മുടെ ഭവനത്തെ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ എത്ര കാലം സഞ്ചരിക്കും, നിന്റെ ഹൃദയത്തിലേക്ക് എത്താൻ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഹൃദയം മാറ്റി കെട്ടണം. ഈ ഒരു ഹൃദയം കെട്ടണം. ഈ ഒരു